പിക്കിളിൻ്റെ മൂന്നാമത്തെ വിഭവത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കറി നാരങ്ങ, വടുകപ്പുളിയൻ നാരങ്ങ അച്ചാർ. എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യമായിട്ട് തന്നെ ഒരു കലം വെച്ചിട്ട് വെള്ളമൊഴിച്ച് അതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുത്തു. ഈ നാരങ്ങ നമ്മളൊന്ന് പുഴുങ്ങിയെടുക്കും. രണ്ട് വശം നമ്മൾ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാം. പുഴുങ്ങിയെടുത്തതിന് ശേഷം ഈ നാരങ്ങ ചൂടാറാൻ വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ചൂടാറാൻ വെച്ചതിന് ശേഷം മാത്രമേ നമുക്കിത് കറിയാക്കാൻ പറ്റുകയുള്ളൂ. ഇതൊന്നും ഇവിടെ കിടന്ന് ആവട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് കറിയാക്കാം. നമ്മളിതേ പുഴുങ്ങി വെച്ച നാരങ്ങേനെ ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ ഒപ്പിക്കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഭാഗമില്ലേ, ഈ ഭാഗം നമുക്കതൊന്ന് മുറിച്ച് മാറ്റാം. അതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ നെടുക മുറിക്കാം. പിന്നെ ഇങ്ങനെ മുറിക്കാം. തൊണ്ടൊന്നും കളയണ്ട കേട്ടോ, ചെറിയ ചെറിയ പീസുകളാക്കാം. കുരുവൊക്കെ മാറ്റി കളയണേ, കുരു കിടന്നാൽ കഴിക്കും. ഇതെങ്ങനെ ചെറിയ പീസാക്കി നമുക്ക് എടുക്കാം കേട്ടോ. ഇതെല്ലാം ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കി നുറുക്കി എടുക്കും. നമ്മൾ നാരങ്ങയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് ഉപ്പ്, അധികം വേണ്ട, ഒരു ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി വയ്ക്കാം. കാരണം നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്ത് വരുമ്പോഴേക്കും ഇത് ഒന്ന് ഇതായിക്കും. കൂടുതൽ ഇളക്കണ്ട. നമ്മൾ ഒരു ചട്ടിക്കല അടപ്പത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓണാക്കി നമുക്കിതിലേക്ക് ഇന്ന് എണ്ണയിലാട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കണേ. എണ്ണയുണ്ട, എണ്ണ കുറച്ച് ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അധികം വേണ്ട, 1.5 ടേബിൾ സ്പൂൺ. തിളക്കട്ടെ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇതിലേക്ക് നമുക്കിത് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 10-25 വെളുത്തുള്ളി, ഒരു 2 ചോള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നങ്ങോട്ട് ആയി വരട്ടെ. ഒരു 5-6 പച്ചമുളക് ഇട്ടാ വട്ടത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. അങ്ങോട്ട് ആയി വരട്ടെ. കറിവേപ്പില കുറച്ച് മുറിച്ചിട്ടിടണം കേട്ടോ. കാരണം കറിവേപ്പില അതേപടി ഇടരുത്. അതേപടി ഇടുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. ഒന്ന് പയ്യെ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് നമ്മളുടെ പൊടികൾ ആഡ് ചെയ്യൂലേ, മുളക് പൊടികളൊക്കെ ആഡ് ചെയ്യുമ്പോൾ സ്റ്റൗവ് ഫ്ലെയിം ഓഫ് ചെയ്യുക. കാരണം അല്ലെങ്കിൽ പൊടി അങ്ങോട്ട് ചുമന്നു പോകും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടങ്ങോട്ട് ആറി. നമ്മുടെ ചട്ടിക്ക് ചൂടുള്ളത് കൊണ്ട് കണ്ടിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി പൊടി, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് കായത്തിൻ്റെ പൊടിയും ഉലുവയുടെ പൊടിയാണ്. അപ്പം ലേശം കായത്തിൻ്റെ പൊടി, ഒരു 1/4 ടീസ്പൂൺ കായം. നമുക്കിതിലോട്ട് കുറച്ച് ഉലുവയുടെ പൊടിയും കൂടി, ഉലുവയുടെ പൊടി യോജിപ്പിച്ച് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉലുവയുടെ പൊടി. നമുക്കിതിലേക്ക് കുറച്ച് നമ്മുടെ ഈ നാരങ്ങയ്ക്ക് കുറച്ച് കയ്പൊക്കെ ഉണ്ടല്ലോ, അപ്പം ആ കയ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ശർക്കര, ഒരു 1.5 ടേബിൾ സ്പൂൺ ശർക്കര. ഇപ്പോൾ ഓക്കെയായി വന്നിട്ടുണ്ട്. ശർക്കര ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം ഓഫാക്കിയേക്കായിരുന്നില്ല, ഒന്ന് ഓണാക്കിയിട്ട് ശർക്കര ഒന്നങ്ങോട്ട് മെൽറ്റായി കഴിയുമ്പോൾ ഓഫാക്കാം. അതിന് ശേഷം നമ്മൾ ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ചൂടായതിന് ശേഷം മാത്രം
നമ്മളുടെ നാരങ്ങ ഇട്ട് കൊടുത്താൽ മതി. ഓൾറെഡി നാരങ്ങ നമ്മൾ ആവിയിലൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ടല്ലോ, വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുത്തതല്ലേ, അപ്പോൾ അധികം വേവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇപ്പോഴും നമ്മളുടെ ഈ ഉള്ളിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കിടന്ന് മൊരിയുണ്ട് കണ്ട. അത് ചട്ടിയുടെ ചൂടാട്ടാ. അപ്പോൾ ആ ചൂട് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ നാരങ്ങ ഇട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അധികം ചെയ്യണ്ട, നാരങ്ങയൊന്ന് പയ്യെ യോജിപ്പിച്ചാൽ മതി, അധികം ആവശ്യമില്ല. നമ്മുടെ അച്ചാർ ഇതേ റെഡിയായി. വടുകപ്പുളിയൻ നാരങ്ങ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഒരു പൊടിക്ക് ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്, ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. ബാക്കിയൊക്കെ കറക്റ്റായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ഇച്ചിരി കടുക് പൊട്ടിച്ചില്ലെങ്കിൽ ഒരു ഇതില്ല. അപ്പോൾ നമുക്ക് ഇച്ചിരി കടുകും വറ്റൽമുളകും കൂടി ഒന്ന് തൂവിയിടാം കേട്ടോ. A few moments later. എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ എണ്ണ, കുറച്ച് കടുക് ഇട്ട് കൊടുക്കാൻ, ഒരു 1.5 ടേബിൾ സ്പൂൺ കടുക്, ഇച്ചിരി ഉണക്കമുളക്, വേപ്പില നമ്മൾ ഇട്ടിട്ടുണ്ട്, ഇനി വേപ്പില ഇടണ്ട. ഉണക്കമുളക് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമായിട്ട് ഇട്ടേ. ഉണക്കമുളകും ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബോളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇന്നൊന്നും അങ്ങോട്ട് യോജിപ്പിച്ചു കൊടുക്കാം. അപ്പം ഇത് ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഉണ്ടല്ല, ഇതിൽ ചാറൊക്കെ വന്നോളും. ഇതിൻ്റെ ആ ഗ്രേവിയൊക്കെ ഇല്ലേ, പിന്നെ നമ്മൾ ഇതിലേക്ക് ചൊറുക്കിയോ അങ്ങനെ ഇതൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വിനാഗിരി അങ്ങനെയുള്ളതൊന്നും ചേർക്കണ്ട. അപ്പം ഇതൊക്കെ ആവശ്യത്തിനായിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്കിനി ഒരു സെർവിങ് ബൗളിലേക്ക് ഒരു നല്ല ചില്ലിൻ്റെ കുപ്പിയില്ലേ, അല്ലെങ്കിൽ ഭരണിയോ ചില്ലിൻ്റെ കുപ്പിയോ എന്തെങ്കിലും ഇത് നമുക്ക് ആക്കി വയ്ക്കാം.